മാറ്റങ്ങൾ എന്തായാലും പെരുന്തൽമണ്ണ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ ഒരു വൈകിട്ട് ഏകദേശം ഇവിടെ മൗലാന്റെ അവിടെ ജംഗ്ഷന് ബൈപ്പാസ്, ഞാൻ ഓട്ടോ ഡ്രൈവറാണ്, വണ്ടി എടുക്കാൻ തന്നെ പറ്റില്ല. നല്ല അഭിപ്രായമാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. വാർഡ് 10-11 വാർഡില് ആലിപ്പറമ്പ് ഹൈസ്കൂൾ കുന്ന് റോഡ്, പള്ളിക്കുന്ന് ഹൈസ്കൂൾ കുന്ന് റോഡ് മഹാമോശമാണ്. ഏറ്റവും പ്രധാനം ഞങ്ങൾക്ക് ആ ബ്രിഡ്ജാണ്. 2021 ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ മറുനാട്ടുകാരനായി കടന്നു വന്ന് പെരിന്തൽമണ്ണയിലെ ജനങ്ങൾക്കൊപ്പം ചേർന്ന് നിന്ന് പെരിന്തൽമണ്ണയുടെ ജനഹൃദയങ്ങൾ കവർന്നെടുത്ത MLA ബ്രോ നജീബ് കാന്തപുരം അങ്ങനെ ഇക്കുറി ചരിത്ര ഭൂരിപക്ഷത്തോടു കൂടെ വീണ്ടും പെരിന്തൽമണ്ണയുടെ ജനനായകനായി അധികാര തേരിലേറുമ്പോൾ ജനങ്ങളുടെ വികസന പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ജനങ്ങൾ പറയുന്നു ജനങ്ങളുടെ വികസന സ്വപ്നങ്ങളെ കുറിച്ച്, വികസന പ്രതീക്ഷകളെ കുറിച്ച്. അങ്ങനെ വീണ്ടും പെരിന്തൽമണ്ണയുടെ ജനനായകനായിക്കൊണ്ട് ഭരണകക്ഷി MLA ആയി നജീബ് കാന്തപുരം തെരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഈ നാടിനെ കുറിച്ചുള്ള വികസന പ്രതീക്ഷകൾ? വികസന പ്രതീക്ഷ എന്ന് വെച്ചാല് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത് നമ്മളെ മാനത്തുമംഗലം ബൈപ്പാസ് ഉണ്ടല്ലോ, കൊറോടംപാലം ബൈപ്പാസ്. അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതാണ് ഞങ്ങളെല്ലാവരും ഒരു ആഗ്രഹം. എന്നുവെച്ചാൽ ഈ ബ്ലോക്കും അങ്ങാടിപ്പുറം ബ്ലോക്കൊക്കെ ഒന്ന് ഒഴിവായി കിട്ടുന്നില്ലൊരു പ്രതീക്ഷ ഉണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രതീക്ഷ. പ്രത്യേകിച്ച് ഭരണകൂടിയും കയ്യിലുണ്ടല്ലോ, അത് നടക്കുന്നില്ലൊരു പ്രതീക്ഷ ഉണ്ട്. ഇവിടുത്തെ MLA നജീബ് കാന്തപുരം മറ്റേ മഞ്ഞളാംകുഴിയാലും കൂടെ ഒരുമിച്ച് നടക്കുന്നൊരു പ്രതീക്ഷ ഉണ്ട്. അതിന് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ആലിപ്പറമ്പ് പഞ്ചായത്തില് വാർഡ് 10-11 വാർഡില് ആലിപ്പറമ്പ് ഹൈസ്കൂൾ കുന്ന് റോഡ്, പള്ളിക്കുന്ന് ഹൈസ്കൂൾ കുന്ന് റോഡ് മഹാമോശമാണ്. ബഹുമാനപ്പെട്ട MLA ഇത് ഗൗരവത്തിലെടുത്ത് ഒരു ശാശ്വത പരിഹാരം കാണണം. ഇപ്പൊ മന്ത്രി ഉണ്ടല്ലോ, VK ബഷീർ ഉണ്ടല്ലോ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, അയാളെ ശ്രദ്ധയിൽപ്പെടുത്തിട്ട് ഈ റോഡിന് ഉടനടി ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കണം. എന്നുവെച്ചാൽ ഹൈസ്കൂളിലെ റോഡാണ് ആലിപ്പറമ്പ് കാളികടവ് റോഡ് എന്ന് പറയും. അതിനൊരു ശാശ്വത പരിഹാരം എത്രയും പെട്ടെന്ന് MLA കാണണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിച്ചു. ഞങ്ങൾക്ക് വികസന പ്രതീക്ഷ ഇതൊക്കെയാണ് മെയിനായിട്ട്. ഓവർ ചെറുകര മറ്റേ പട്ടാമ്പി റോഡിന് മെയിനായിട്ട് ആവശ്യം അതാണ്. പിന്നെ വരുന്നത് ഇപ്പൊ ടൗൺ വികസനവും ഇതെല്ലാം എങ്ങനെ വെച്ചാൽ അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഏറ്റവും പ്രധാനം ഞങ്ങൾക്ക് ആ ബ്രിഡ്ജാണ്. ഇപ്പൊ അതായത് ഇപ്പൊ പോകുമ്പോൾ അരമണിക്കൂർ ആയിരുന്നാലും ഞങ്ങൾ എന്ത് ചെയ്യും, 2 മണിക്കൂർ 2 കിലോമീറ്റർ കഴിഞ്ഞാലും ആനമങ്ങാട് വഴി പോകും. അപ്പൊ ട്രാഫിക്കും കുറവാണ്, റെയിൽവേ ഗേറ്റും ഇല്ല. മറ്റേ ഇത് 2 ഗേറ്റ് കിടക്കണം ഞങ്ങൾക്ക്. ഈ ഒരു ഗേറ്റ് കിടക്കണം, പിന്നെ ഏലംകുളത്തൊരു ഗേറ്റ് ഉണ്ട്, അതും കിടക്കണം. അപ്പൊ ഏലംകുളത്തെ ഗേറ്റ് ഓവർ ബ്രിഡ്ജ് കാരണം അത് നടക്കേണ്ടതാണ്. ഇത് അത്യാവശ്യമാണ്. കാരണം നല്ല ഒരു ട്രെയിൻ വരികയാണെങ്കിൽ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറോളം വണ്ടികൾ വെയിറ്റ് ചെയ്യാം. മനസ്സിലായി? അതാണ് എന്റെ ആവശ്യം. പെരിന്തൽമണ്ണക്കാരനല്ല, പക്ഷെ എന്നാലും പറയാണ്, പെരുന്നാളിന് അങ്ങാടിപ്പുറം ബ്ലോക്ക് തന്നാൽ അത് സഹിക്കാൻ പറ്റില്ല. അപ്പൊ അതിനൊരു പരിഹാരം കണ്ടാൽ വളരെ ഉപകാരം. നജീബ് സാറിനെ പറ്റി പറഞ്ഞാല് നല്ല അഭിപ്രായമാണ്. നല്ല വികസനത്തിന് മുൻകൈയിൽ കരുതുന്ന ഒരാളാണ്. പിന്നെ ആളുകളായിട്ടൊക്കെ എല്ലാവരും നല്ല നിലക്കാണ്. നല്ല അഭിപ്രായമാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. പിന്നെ തിരക്കൊരു തിരക്ക് തന്നെയാണ്, അതിപ്പോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് അവര് കനി തന്നെ വേണം. ആദ്യമായിട്ട് പറയാനുള്ള ബ്ലോക്കിനെ പറ്റിയാണ്. ഇവിടെ ഒരു വൈകിട്ട് ഏകദേശം ഇവിടെ മൗലാന്റെ അവിടെ ജംഗ്ഷന് ബൈപ്പാസ്, ഞാൻ ഓട്ടോ ഡ്രൈവറാണ്, വണ്ടി എടുക്കാൻ തന്നെ പറ്റില്ല. എന്നാൽ ചില ആളുകളൊക്കെ ഞങ്ങൾ ഓട്ടോനെ പറ്റി കംപ്ലൈന്റ് കൊടുക്കും, ട്രിപ്പ് പോരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ പോവാത്തൊന്നുമല്ല, ഞങ്ങൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പോവാറുണ്ട്. പക്ഷെ ഇവരാരും ഈ ജനപ്രതിനിധികളെ ഉദ്യോഗസ്ഥരോ ആരും കംപ്ലൈന്റ് ചെയ്യണില്ല. ഒക്കെ ഞങ്ങൾ ഓട്ടോക്കാരെ ടാക്സിക്കാരെ തലയിലാ കയറാം. ഏതെങ്കിലും ഒരാൾ ഈ ജനപ്രതിനിധിയെ പറ്റി അല്ലെങ്കിൽ അവരിങ്ങനെ ചെയ്യണില്ല അങ്ങനെ ചെയ്യണില്ല അറിയുന്ന ആരും ഇതുവരെ കംപ്ലൈന്റ് കൊടുക്കണത് കണ്ടിട്ടില്ല. ഇപ്പൊ മാർക്കറ്റിൽ നോക്കി ഇതിന്റെ പാർക്കിങ്, ആദ്യം വേണ്ടത് മനുഷ്യന് വൃത്തിയാണ്. അതൊക്കെ നല്ല നിലക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇപ്പൊ നമ്മളെ നജീബ് കാന്തപുരത്തിന് കഴിയുമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ ഭരണമുണ്ട്, ഇവിടെയും ഭരണമുണ്ട്. അപ്പോ അതേപോലെ നമ്മളെ ബൈപ്പാസ്, പിന്നെ ഒരുപാട് റോഡുകൾ, റിംഗ് റോഡുകളുണ്ട്. അതൊക്കെ നന്നാക്കിയാൽ തന്നെ ഏകദേശം ഒക്കെ ബ്ലോക്ക് തീരും. അതെനിക്ക് പറയാനുള്ളൂ ഈ കാര്യത്തിൽ. നമ്മുടെ MLA നജീബ് കാന്തപുരം കഴിഞ്ഞ സിറ്റിംഗിൽ തന്നെ ഒരുപാട് വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെട്ടിട്ടുണ്ട്. ഇപ്രാവശ്യവും നമ്മളെ ഭരണകക്ഷി MLA എന്ന നിലയിൽ നമ്മളെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ മേഖലയിൽ വളരെ നല്ല രീതിയിൽ തന്നെ പ്രകടനങ്ങൾ നടത്തുമെന്ന് പ്രതീക്ഷിക്കും. പെരിന്തൽമണ്ണയെ സംബന്ധിച്ചോളം പുതിയൊരു ഗവൺമെന്റ് അധികാരമേൽക്കുന്നു. ഇവിടെ ഒരു MLA UDF ആവുന്നു. ഇവിടുത്തെ മുനിസിപ്പാലിറ്റി UDF ഭരിക്കുന്നു. അതുപോലെ തന്നെ മലപ്പുറം ജില്ല തന്നെ UDFന്റെ കയ്യിലാണ്. അപ്പോൾ മാറ്റങ്ങൾ എന്തായാലും പെരിന്തൽമണ്ണ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏറ്റവും വലിയ മാറ്റം എന്നുള്ളത് ഇവിടുത്തെ യാത്രാ സൗകര്യമാണ്. അശാസ്ത്രീയമായ രീതിയിൽ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ യാത്ര ക്ലേശകരമായിട്ടുണ്ട്. അശാസ്ത്രീയമായ രീതിയിലാണ് ഇവിടുത്തെ ബസ് സർവീസുകളും കാര്യങ്ങളും നടക്കുന്നത്. അതൊക്കെ ഒരു മാറ്റം ഉണ്ടാവണം. അതുപോലെ മാനത്തുമംഗലം ബൈപ്പാസ് വരണം. അതാണ് ഏറ്റവും വലുതായിട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ കുറച്ചേറെ മാറ്റങ്ങൾ പൊതുജനങ്ങൾക്ക് ഉണ്ടാവും.
അതിനപ്പുറത്ത് ഈ മാർക്കറ്റും സംബന്ധമായ വിവരങ്ങൾ പറയുമ്പോൾ നമുക്ക് ഈ ഇൻഡോർ മാർക്കറ്റിന്റെ അവസ്ഥ ഇതിനു മുമ്പേ പലവട്ടം നമ്മൾ ഇവിടുന്ന് പറഞ്ഞിട്ടുള്ളതാണ്. മാർക്കറ്റ് വന്ന് നിങ്ങൾ തന്നെ വന്ന് നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുള്ളതാണ്. ആ വിഷയങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ അവതരിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ വരുന്നത് വെച്ചാൽ ഇവിടെ മാർക്കറ്റിലേക്ക് സാധാരണ ജനങ്ങൾ എത്തിപ്പെടാൻ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിലൊരു ബസ് സർവീസ് ടൗൺ ടച്ച് ചെയ്യണം. ആ രീതിയിലേക്കൊരു മാറ്റമാണ് സാധാരണക്കാരായ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഇവിടുത്തെ വ്യാപാരി സമൂഹം പ്രതീക്ഷിക്കുന്നത്. ആ മാറ്റമാണ് നമുക്കിവിടെ വേണ്ടത്. വിദ്യാഭ്യാസ മേഖലയിൽ സംബന്ധിച്ചോളം നമ്മളെ മലപ്പുറം ജില്ല മുന്നേറുന്നൊരു സമയമാണ്. അപ്പോൾ പുതിയതായിട്ട് ഇവിടെ സിവിൽ സർവീസിലേക്കുള്ള കോച്ചിങ് ക്ലാസ്സുകളും ഒക്കെ MLA നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അത് വിപ്ലവകരമായ ഒരു മാറ്റം തന്നെ സൃഷ്ടിക്കുമെന്നാണ് ഇവിടുത്തെ വ്യാപാരി സമൂഹം പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇനിയുള്ള കാലം AI യുഗമാണ് വരാൻ പോകുന്നത്. ഏത് മേഖലയിലാണെങ്കിലും, കായിക മേഖലയിലാണെങ്കിലും, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, എല്ലാ മേഖലയിലും AI ഇൻ്റഗ്രേറ്റഡ് ആയിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇനിയുള്ള 5 വർഷക്കാലം അദ്ദേഹം ഊന്നൽ നൽകേണ്ടത് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. പരമ്പരാഗതമായ വിദ്യാഭ്യാസ ശൈലിയിൽ നിന്ന് നമ്മുടെ സ്കൂളുകളെയും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും മാറ്റിയെടുക്കേണ്ടതുണ്ട്. പലപ്പോഴും LP സ്കൂളുകളിൽ നമ്മൾ പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു മേഖലയാണ് LP സ്കൂളുകൾ. നമ്മൾ കോളേജുകൾക്കും ഹയർ സെക്കൻഡറി സ്ഥാപനങ്ങൾക്കൊക്കെ കൂടുതൽ ഊന്നൽ കൊടുക്കുമ്പോൾ താഴെ തട്ടിലുള്ള കുട്ടികളാണ്, അവരാണ് ഇപ്പോൾ LP ആണെങ്കിലും UP ആണെങ്കിലും ആ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിലേക്കാണ് നമ്മൾ ഭാവിയെക്കുറിച്ചും അല്ലെങ്കിൽ സിവിൽ സർവീസിനെ കുറിച്ചും മറ്റു ഇപ്പോൾ ഡാറ്റാ സയൻസ് പോലെയുള്ള സാധനങ്ങൾ, ഇത്തരം ഫ്യൂച്ചറിസ്റ്റിക്കായ സാധനങ്ങളെ കുറിച്ചുള്ള ഒരു ഇൻപുട്ട് നമ്മൾ നൽകേണ്ടത് LP UP തലങ്ങളിലെ കുട്ടികളിലേക്കാണ്. അവർക്ക് ചിലപ്പോൾ ആ ഒരു ഏജിൽ ചിലപ്പോൾ വലിയ കാര്യമായ ചിന്തകളൊന്നും അതിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചോളണമെന്നില്ല. എന്നാലും ആ ഒരു ഏജിൽ നമ്മൾ അവർക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു ഇൻപുട്ട് അത് അവരുടെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലങ്ങളിൽ അവർക്ക് വികസിപ്പിച്ചെടുക്കാനും പിന്നീട് അവർക്ക് അത് ഡെവലപ്പ് ചെയ്ത് പോകാനും സാധിക്കും. അപ്പം അത്തരത്തിലുള്ള LP തലം തൊട്ടേ വിദ്യാഭ്യാസ മേഖലയിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് ബഹുമാനപ്പെട്ട MLA നജീബ് കാന്തപുരം അവർ ഏറ്റെടുക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൃത്യത്തിൽ പറയുകയാണെങ്കിൽ ഇവർ വന്നതിന് ശേഷം തുടക്കത്തിൽ തന്നെ ഒരു സംസ്ഥാനത്തിലെ ഒരു ജില്ലക്കും സാധ്യമാകാത്ത വിധം, ഒരു മണ്ഡലത്തിനും സാധ്യമാകാത്ത വിധത്തിലുള്ള IAS-ന്റെ കോച്ചിങ് ക്യാമ്പ് ഇവിടെ കൊണ്ടുവന്നു. അത് നല്ലൊരു വിദ്യാഭ്യാസ രംഗത്ത് നല്ലൊരു നേട്ടമായിട്ടാണ് സംസ്ഥാനം ഉറ്റുനോക്കുന്നത്. വേറെ സംസ്ഥാനം കൂടി അതൊരു മാതൃകയാണ്. പിന്നെ വികസനത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ മാർക്കറ്റ് എത്രയും പെട്ടെന്ന് അതിന്റെ പണി തീർത്ത് തന്നാൽ ഇവിടെയുള്ള തൊഴിലാളികൾക്കും ബാക്കിയുള്ളവർക്കൊക്കെ നല്ലതാവും, സാധനം വാങ്ങാമെന്നുണ്ട്. പിന്നെ ഉടനടി പരിഹരിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അങ്ങാടിപ്പുറം റെയിൽവേ ഗേറ്റുമായി ബന്ധപ്പെട്ടുള്ള ഗതാഗത തടസ്സം നീക്കിയാലുള്ളൂ ഇതിനൊക്കെ ഒരു ഫലവത്തായ മാർഗം ഉണ്ടാവുക. അതാണ് ഇപ്പോൾ എവർക്കും ബുദ്ധിമുട്ട്. കോഴിക്കോട് പാലക്കാട് യാത്രയിൽ ഏറ്റവും കൂടുതൽ ആംബുലൻസൊക്കെ ഉള്ള ഹോസ്പിറ്റൽ സിറ്റിയായ ഈ നഗരത്തിൽ ആംബുലൻസൊക്കെ കൂടുതൽ വരേണ്ടതാണ്. അപ്പോൾ അതിനൊരു പരിഹാരം ഉടനടി പ്രയോറിറ്റി കൊടുത്ത് കാണേണ്ടതുണ്ട്. കാര്യമായിട്ട് ബ്ലോക്ക് അത് നല്ലൊരു പ്രശ്നം തന്നെയാണ്, അത് തീർക്കാൻ കഴിയണം. പിന്നെ ബാക്കിയുള്ള ഓരോ പുരോഗമനം കൊണ്ടുവരണമെങ്കിൽ നല്ലതല്ല, ജനങ്ങൾക്ക് നല്ല തന്നെയാണ്. ആയക്കൊണ്ട് പറഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റോഡുകളുടെ കാര്യങ്ങളൊക്കെ വളരെ ഇതാണ്, മോശമായിട്ടാണ്. അത് നേരാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിന്റെ ജനനായകനായി നജീബ് കാന്തപുരം വീണ്ടും അധികാരത്തേറിലേറുമ്പോൾ ഈ നാട് ഈ രണ്ടാം വരവിനെ ഏറെ പ്രതീക്ഷയോട് കൂടെയാണ് വരവേൽക്കുന്നത്. ജനങ്ങളുടെ പ്രതീക്ഷകൾക്കൊപ്പം പെരിന്തൽമണ്ണയെ വികസന സമൃദ്ധിയിലേക്ക് നയിക്കാൻ പുതിയ MLAക്ക് സാധിക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. പെരിന്തൽമണ്ണയിൽ നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. സ്വർണം ഒരു അമൂല്യനിധിയാണ്, ഒപ്പം അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപകരിക്കുന്ന ഒന്നും. അടച്ചു സൂക്ഷിക്കുന്നതിലല്ല, പകരം അത്യാവശ്യങ്ങളിൽ ഉപയോഗിക്കുന്നതിലൂടെയാണ് അതിന്റെ മാറ്റം കൂടുന്നത്. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്, UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്, UGS ഗോൾഡ് ലോൺ.